ഞങ്ങൾ വിശ്വസിക്കുന്ന വിഷയത്തിൽ ഈ രീതിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയോ? അതൊരു ആധ്യാത്മിക ആശങ്കകളാണ്. ഇപ്പം ഞാൻ ഈ വർഷങ്ങൾ 10-21 ലക്ഷത്തോളം ആൾക്കാർ നേരിട്ട് അവരുടെ സങ്കടങ്ങളൊക്കെ കഴിഞ്ഞ 10-35 വർഷമായിട്ട് കേട്ടപ്പോൾ പൊതുജനത്തിൻ്റെ ആധ്യാത്മിക ആശങ്കകളെക്കുറിച്ച് എനിക്ക് ഏകദേശം ധാരണയുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ബേസിക് ആശങ്ക എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു കുഞ്ഞമ്മ ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. അവർക്ക് 4 മക്കളുണ്ട്. അവരിങ്ങനെ ഈ പണ്ടത്തെ രീതി അനുസരിച്ച് തലയിൽ കൂടി ഒരു വളയം പോലെ ഇട്ടിട്ട് ഈ നൂലിങ്ങനെ നൂറ്റ് വലയ്ക്ക് കെട്ടാൻ കൊടുത്ത് ജീവിക്കുന്ന സാധാരണ ഒരു അമ്മച്ചിയാണ്. അപ്പോൾ അമ്മച്ചിയുടെ